നഷ്ടപ്പെട്ട പട്ടാമ്പി മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി TP ഷാജി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ തർക്കങ്ങളില്ലെന്നും റിയാസ് മുക്കോളി തന്റെ അടുത്ത സുഹൃത്താണെന്നും TP ഷാജി പറഞ്ഞു. താൻ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമ്പോൾ ആദ്യ ദൗത്യമായിരുന്നു നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കുക എന്നത്. അത് സാധിച്ചു. അടുത്ത ദൗത്യമാണ് പട്ടാമ്പി മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത്. പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കി. വലിയ ഭൂരിപക്ഷത്തോടെ പട്ടാമ്പിയിൽ വിജയിക്കുമെന്നും TP ഷാജി പറഞ്ഞു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി മാറി നിൽക്കുകയും V4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിച്ച് 5 വർഷക്കാലം പട്ടാമ്പിയുടെ ഭരണത്തിന്റെ ഭാഗമായി അന്ന് പ്രവർത്തിച്ചു. പിന്നീട് പാർട്ടി തിരിച്ചെത്താൻ ആവശ്യപ്പെടുകയും മുഴുവൻ പ്രവർത്തകരെയും കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. ഒന്ന്, പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി നഷ്ടപ്പെട്ട പട്ടാമ്പി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു ദൗത്യം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നഗരസഭാ ഭരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു MLA ഉണ്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ MLAയുടെ പിന്തുണയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കങ്ങളില്ല. റിയാസ് മുക്കോളിയും താനും അടുത്ത സുഹൃത്തുക്കളാണ്. റിയാസ് മുക്കോളി UDFന് വേണ്ടി പ്രചരണത്തിനുണ്ടാകുമെന്നും TP ഷാജി പറഞ്ഞു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇതിന് സമാനമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും പല സമയങ്ങളിലായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ പാർട്ടിയുടെ നേതൃത്വം ഇടപെട്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തവണ പ്രിയപ്പെട്ട റിയാസ് മുക്കോളിയും വിനീതനായ ഞാനും സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ രണ്ടാളും പരസ്പരം വളരെ സൗഹാർദ്ദപരമായി പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ ആർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചാലും പരസ്പരം പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലൊരു പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടായില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസം എനിക്കുണ്ട്. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് M Space ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.